ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേൽക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം. അത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അത് ആവിയേറ്റി എടുത്തു. പിന്നെ അതുപോലെ മുട്ടക്കറി. അപ്പം അത് കഴിഞ്ഞ് ഒരു 1 അവർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജിമ്മിൽ വർക്കൗട്ടിന് പോവാണ്. ഇപ്പോൾ ജിമ്മിൽ ഓൺലൈൻ വർക്കൗട്ടിനേക്കാളും ജിമ്മിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കപ്പിൾ ട്രെയിനിങ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേഴ്സണൽ ട്രെയിനറെയും വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബിഗിനർ ആകുമ്പോൾ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ജിമ്മിൽ ചെന്നിട്ട് കറക്റ്റായിട്ട് വർക്കൗട്ട്സൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം പലപ്പോഴും നമ്മുടെ പൊസിഷൻസൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറേ ടിപ്സും അവർ പറഞ്ഞു തരും. അപ്പോൾ എനിക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും വർക്കൗട്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ സ്ട്രെങ്തനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അവെയർ ആണെങ്കിൽ നമ്മളെന്തായാലും നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. കാരണം മോട്ടിവേഷനല്ല ഇവിടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ്. അപ്പോൾ നമുക്ക് പ്രായം കൂടുന്തോറും പ്രത്യേകിച്ച് 35+ അല്ലെങ്കിൽ 40+ ഒക്കെ ആകുമ്പോഴത്തേനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ആവുക എന്നുള്ളത് ഒത്തിരി ഭയങ്കര അടിപൊളി ബോഡി ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും ഓരോ മസിലിനും ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കണം. അങ്ങനെ ജിമ്മിലെത്തി. അപ്പോൾ ഇന്നിപ്പോൾ ലെഗ് വർക്കൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലെഗിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന് ശേഷം നമ്മൾ കാർഡിയോ കുറച്ച് നേരമൊക്കെ നടക്കും. അപ്പോൾ ഇത് നമ്മുടെ ജിമ്മിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം കുറച്ച് പച്ചപ്പൊക്കെ കണ്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇയർഫോൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അത് എന്തെങ്കിലുമൊക്കെ കേട്ടും കൊണ്ടും ചെയ്യാമല്ലോ. ഇത് നമ്മുടെ ലോക്കർ റൂമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ഐറ്റംസ് എല്ലാം ഈ ലോക്കറിനകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ ചെയ്ത് പയ്യെ പോയി വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഞാൻ ജിമ്മിൽ കൂടുതൽ എത്താനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടും കൂടി ഉള്ളതാണ്. പക്ഷേ മാക്സിമം നമ്മൾ അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ ഹെൽത്തിനും ഫിറ്റ്നസ്സിനൊക്കെ വേണ്ടിയായിരിക്കണം. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 ചായയാണ് കുടിച്ചിരുന്നത്. ഇപ്പോഴത്തെ ചില സമയത്ത് നമുക്കൊരു സ്ട്രെസ്സോ ക്ഷീണമോ ഒക്കെ വരുമ്പോൾ ഞാൻ ചായ കുടിക്കാറുണ്ട്. ഇതൊരു നല്ല ഹാബിറ്റൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ റോ ആൻഡ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചിന് ചോറും പാവയ്ക്കക്കറിയും പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും. അപ്പോൾ ഇതിനകത്ത് പ്രോട്ടീനൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രോട്ടീന് വേണ്ടിയിട്ട് പല സമയത്തും എഗ്ഗ് പുഴുങ്ങി കഴിക്കാറുണ്ട്, എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കാറുണ്ട്. അങ്ങനെ ഇതിപ്പോൾ എൻ്റെ അടുത്ത ചായയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും മോന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം മാവ് വെച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പത്തിൻ്റെ ചട്ടി കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഈ ഒരു മീഷോന്ന് വാങ്ങിച്ച പാൻറ്, വീട്ടിലിടുന്ന പാൻറ്റില്ലേ, ബനിയൻ മെറ്റീരിയൽ, ആ ഒരു സംഭവം എടുക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. 2 കളേഴ്സിൽ, അതായത് ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയിലും, എന്നിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റിൽ വരുന്ന ഹാർട്ടിൻ്റെ പ്രിൻ്റൊക്കെ ഇട്ട് കാര്യം എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല. നല്ലപോലെ ഒരു കുത്തുന്ന ഫീലിംഗാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കിട്ടിയത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കുറച്ച് കിട്ടുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഒട്ടും ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടൊക്കെ വേണമല്ലോ. ഇതെനിക്ക് ആ ഒരു കംഫർട്ട് തരില്ല. അപ്പോൾ പിന്നെ ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പം മീഷോയിൽ നിന്നുള്ള പിന്നത്തെ ഒരു പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു ജ്വല്ലറി ബോക്സായിരുന്നു. അത് നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. എങ്കിലും മീഷോയിൽ നിന്നുള്ള പർച്ചേസിൽ നമുക്ക് നല്ല പോലെ സൂക്ഷിച്ച് പർച്ചേസ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു പാഠം. അപ്പോൾ നമ്മുടെ
ക്യാറ്റ് ഇതാണ് കേട്ടോ. ഞാൻ കുഞ്ഞു എന്നാണ് ഈ ക്യാറ്റിനെ വിളിക്കുന്നത്. ഇത് പുറത്ത് തന്നെ ഉള്ളൊരു ക്യാറ്റാണ്, പക്ഷേ ഇടയ്ക്ക് അകത്തും വരും. ക്യാറ്റ് ഫുഡൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം നല്ലൊരു എന്താ പറയുക, എൻ്റെ ഒരു കംഫർട്ടബിൾ കമ്പാനിയനാണെന്ന് പറയാം. ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുമ്പം ഈ പൂച്ചയായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതൊരു ആളെ ഞാൻ ഇടയ്ക്കൊന്ന് കാണിക്കുന്നതാണ്. നമ്മളിവിടെ ഇങ്ങനെ പുറത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേനും ആളും കൂടെ വരും. അപ്പോൾ നമ്മളിവിടെ ചെമ്പരത്തിയൊക്കെ നട്ടു, പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട്. അങ്ങനെ പിന്നെ ഇതിപ്പോൾ ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചു കേട്ടോ. പേർപ്പിളിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മേക്കപ്പ് സെറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ യൂസ് ചെയ്യും, ചിലപ്പോൾ BB ക്രീം യൂസ് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനായിട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രൈമർ, പിന്നെ കൺസീലർ, ഫൗണ്ടേഷൻ, പിന്നൊരു മേക്കപ്പ് ചെയ്യുന്നൊരു ബ്രഷ്, പിന്നെ എന്തോ ഒരു ഐറ്റം, ലിപ്പ് ലൈനർ, പിന്നെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് നമുക്ക് ചേരുന്ന ഈ ഒരു സംഭവം ചെയ്തു. കാരണം പിറ്റേ ദിവസം നമ്മുടെ ജിമ്മിൽ തന്നെ ഓണാഘോഷമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ തന്നെ ഇവർ പറഞ്ഞു തന്ന രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങി. വലിയ തെറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മേക്കപ്പ് ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഈവൻ ഒരു ലിപ്സ്റ്റിക്ക് പോലും പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്യില്ല, കാരണം ശീലമില്ലാത്തതുകൊണ്ട്. അപ്പം എന്നെ കാണുമ്പോൾ എപ്പോഴും ഒരു റോ ഫേസാണ്. ശരിക്കും ഒരു ഇച്ചിരി മേക്കപ്പൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൺസ്ക്രീൻ ഇടും, ചിലപ്പോൾ ലിപ് ബാം ഇടും. ഇതാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു ഹാപ്പി ഉണ്ട്. കാരണം ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു രീതിയിൽ ഒരുങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ഇതാണെന്നറിയാം. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഇനിയിപ്പം ഇന്ന് ഒരു മൂവിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തമിഴിലൊരു മൂവി ഉണ്ടല്ലോ, DC എന്ന് പറഞ്ഞിട്ട്, അത് കാണാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ കാര്യം നല്ല വയലൻസ് ഒക്കെ ഉള്ള മൂവിയാണെങ്കിലും അതിൻ്റെ മ്യൂസിക് സ്കോറും പിന്നെ അതിൻ്റെ ഒരു സ്വാഗും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് നമ്മളതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം എനിക്ക് തോന്നുന്നു 7:30 മണിക്ക് എന്തോ ആണ് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും റോട്ടിലൊക്കെ. ഇപ്പോൾ ഓണത്തിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം നേരത്തെ ഇറങ്ങി, എന്നിട്ട് നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തുടക്കം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ടൈമിന് പോയിട്ട് നല്ല ബ്ലോക്കിൽ പെട്ടു. എന്നിട്ട് തുടക്കം കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ആ കുട്ടി ബസ്സിൽ പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു സ്ഥലം തൊട്ടിട്ടാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ OTTയിൽ വരുമ്പോൾ വേണം നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൂവീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര വയലൻറ്റ് മൂവിയാണെങ്കിൽ എനിക്കിഷ്ടാവില്ല. പക്ഷേ ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും ഒരു ചെറിയ റൊമാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ വയലൻസ് തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക നല്ലത്. പിന്നെ ആ മൂവിയുടെ സെൻസിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ BGM ഒക്കെ വെച്ചിട്ട് ആ സ്വാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും വീഡിയോസിൽ കൂടെ നമുക്ക് മാക്സിമം കൂടുതൽ കാണാൻ നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.